വയനാട് DFO ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു തത്സമയം മാർക്സും അതെല്ലാം തന്നെ പരിശോധിച്ച് കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. അതിനായിട്ടുള്ള സർവ്വസജ്ജമായിട്ടുള്ള ഡോക്ടറും ടീമും നമ്മുടെ കൂടെയുണ്ട്. കൂടാതെ നമ്മളിവിടെ കൂടും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കൂടെന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പ്രഥമ പരിഗണന മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നൽകുന്നത്. അവസാനം കണ്ടത് ഇന്നലെയാണ്. ഇന്നലെ പക്ഷേ ഈ പറയുന്ന നമ്മുടെ നിരീക്ഷണ വലയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും രാത്രിയായപ്പോൾ ഇത് പോവുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ നിരീക്ഷണത്തിൽ ഇത് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ നിരീക്ഷണം ഇന്ന് രാവിലെ നമ്മൾ തുടരും. സാധ്യമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ക്യാമറ ട്രാപ്പും സർവൈലൻസ് ക്യാമറസും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിച്ച് പിന്നെ ട്രാക്കിംഗ് ടീം ഇതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇതിൻ്റെ ഒരു സഞ്ചാരപഥം മനസ്സിലാക്കി അവിടെ നമ്മൾ ഈ പറയുന്ന ഡോക്ടറും സംഘവും എത്തിച്ചതിന് ശേഷം സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ടെറൈൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ കടുവ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കാപ്പിത്തോട്ടങ്ങളും പിന്നെ ഈ പറയുന്ന നെൽവയലുകളും ആയതുകൊണ്ട് തന്നെ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ കടുവ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും അനുമാനിക്കുന്നത്. കാരണം വനപ്രദേശം ഏറെ അകലെയല്ല. ഈ പറയുന്ന നീർവാരം എന്ന് പറയുന്നത് ഒരു 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു വനപ്രദേശമാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെ ഇന്നലെ കടുവ എത്തിയതാണ്. തീർച്ചയായിട്ടും അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. നമ്മൾ ഇന്നലെ ഡ്രോൺ പറത്തി ഉള്ള പരിശോധനയിൽ നല്ല ആരോഗ്യമുള്ള ഒരു കടുവയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഒരു പ്രൈം ഏജ് ആണ്, ഒരു 5 വയസ്സ് ഒരു ആൺകടുവയാണ്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പ്രദേശവാസികൾ അവർ ഈ പറയുന്ന രാവിലെയും ഈ വൈകുന്നേരങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതെ കൂട്ടമായിട്ട് യാത്ര ചെയ്യുക, അത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള രീതിയിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നൽകിയിട്ടുണ്ട്. വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നൽകിയിട്ടുണ്ട്. അത് വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് ചെയ്യുന്നത്. അല്ല, അതിനൊരു സ്പെഷ്യൽ ടീം തന്നെയാണ് പോകുന്നത്. ഈ പറയുന്ന അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഡാർട്ടിംഗ് ടീം നമ്മൾ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. അവർ മാത്രമാണ് ഈ പറയുന്ന നമ്മൾ കടുവയെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് പോവുക. ബാക്കി ആ ഏരിയ മുഴുവൻ കോർഡൺ ഓഫ് ചെയ്ത് പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനമില്ലാത്ത രീതിയിൽ പോലീസിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു വിത്തിൻ 1 കിലോമീറ്റർ റേഡിയസിൻ്റെ അകത്ത് നമ്മൾ ആരെയും പ്രവേശിപ്പിക്കുന്നതല്ല. ഏതായാലും ഈ പറയുന്ന നമ്മൾ ഈ പനമരം അതുപോലെ തന്നെ കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ വാർഡുകളിൽ 11ഓളം വാർഡുകളിൽ നമ്മൾ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആ ഒരു സഞ്ചാരം അതിന് നിയന്ത്രണങ്ങളുണ്ട്. അതെ അതെ അതെ, ആ ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. പക്ഷെ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ കടുവ കണ്ടതായിട്ടോ ഈ പറയുന്ന നമുക്ക് ചവിട്ട് കണ്ടതായിട്ടോ ഒന്നും തന്നെ നമുക്ക് എവിടെ നിന്നും നമുക്ക് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.